ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊരിക്കൽ കൂടി ദൈവവചന പഠനത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഈ നിലയിൽ പലയിടങ്ങളിൽ ഇരുന്ന് കണക്ട് ചെയ്യുവാനും ഇങ്ങനെ കടന്നു വരുവാനും കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനത്തിലെ ഭയനിർദ്ദേശങ്ങളായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളുടെ പഠനമാണ്. ആ നിലയിൽ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ഭയനിർദ്ദേശം നാം ശ്രദ്ധിക്കുകയുണ്ടായി. 2-ാം അധ്യായം, എബ്രായ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് അത് കാണുവാനായിട്ട് സാധിച്ചത്. അതിന് നാം കൊടുത്ത തലക്കെട്ട് അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം എന്നാണ്. അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം, അല്ലെങ്കിൽ ദൈവവചനം അവഗണിക്കുന്നതിന് എതിരെയുള്ള ഭയനിർദ്ദേശമാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. 4-ാം വാക്യത്തിൽ ഇത്ര വലിയ രക്ഷ എന്നുള്ള പ്രയോഗം നാം ശ്രദ്ധിച്ചു. അതിൻ്റെ അർത്ഥവും നാം കാണുകയുണ്ടായി. നാം സാധാരണ രക്ഷ എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന അർത്ഥത്തിലാണ് നാം സാധാരണ എടുക്കാറുള്ളത്. എന്നാൽ ഈ ഭാഗത്ത് ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ നിലയിൽ എടുക്കുന്നതിൽ നല്ലത് ആ രക്ഷയ്ക്ക് മുഖാന്തരമാകുന്ന ദൈവവചനത്തെ കുറിക്കുന്നതാണ് എന്നുള്ളത് നാം കാണുകയുണ്ടായി. ആ ഇത്ര വലിയ രക്ഷ എന്നുള്ളത് ആ 4-ാം വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ കാണുന്ന ആ പ്രയോഗം 1-ാം വാക്യത്തിൽ കാണുന്ന കേട്ടത് എന്നുള്ളതുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ അതിന് ഒരു സിനോണിമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നത് 1-ാം വാക്യത്തിൽ കേട്ടത് എന്നുള്ള ആ പ്രയോഗവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. അതേസമയം എന്താണ് കേട്ടത്? 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. നാം ഓർക്കുകയുണ്ടായി, അത് പുതിയ നിയമ വെളിപ്പാടിനെ കാണിക്കുന്നതാണ്. നാം കേട്ടത് അതാണ്, നാം സ്വീകരിച്ചത് അതാണ്. ആ വചനം നാം ഗണ്യമാക്കാതെ പോകരുത്, അവഗണിക്കരുത് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ച ഭയനിർദ്ദേശം. അതിന് 3 കാരണങ്ങൾ അതേ ഭാഗത്ത് നിന്ന് നാം കാണുകയുണ്ടായി. 2-ന്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് പ്രയോഗം നാം ശ്രദ്ധിച്ചു. അത് 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരുന്നതാണ്. അവിടെ കർത്താവിൻ്റെ മഹത്വമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വിവിധ രീതിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ കർത്താവിൻ്റെ 7 വിധമായിട്ടുള്ള മഹത്വം നാം ദർശിച്ചു. പിതാവിനോടുള്ള ബന്ധത്തിൽ, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ. അതൊന്നും ആവർത്തിക്കുവാനായിട്ട് ആവശ്യമില്ല. തുടർന്ന് അവൻ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്നുള്ള കാര്യം നാം കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് 2-ാം അധ്യായത്തിൽ അതുകൊണ്ട് പ്രയോഗം നാം കാണുന്നത്. അതുകൊണ്ട് നാം ഓർത്തു, ഏതൊരു സന്ദേശത്തിൻ്റെയും പ്രാധാന്യം, വില, മഹത്വം അത് ആരിൽ നിന്ന് വന്നു, ആരാണതിൻ്റെ സ്രോതസ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആ നിലയിൽ മഹത്വപൂർണനായിട്ടുള്ള കർത്താവിങ്കിൽ നിന്നാണ് ഈ വചനം, അല്ലെങ്കിൽ പുത്രൻ മുഖാന്തരമാണ് ഈ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഗണ്യമാക്കാതെ പോകരുത്. 2-ാമത്തേത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവഗണനയിലെ അപകടം. അതും 1-ാം വാക്യത്തിൽ തന്നെ നാം കാണുകയുണ്ടായി. പല കാര്യങ്ങൾ അവിടെ ഞാൻ വിശദീകരിച്ചു, അതിലേക്കെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ അപകടമായി നാം കാണുന്നത്, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ, ഈ വചനത്തോട് വേണ്ടവണ്ണം കെട്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ, ബന്ധപ്പെട്ടിരുന്നില്ലെങ്കിൽ നാം ഒഴുകിപ്പോകുമെന്നുള്ള കാര്യമാണ് അവിടെ നാം കണ്ടത്. ജീവിതം പ്രയോജനമില്ലാത്തതായി തീരും. 3-ാമത്തെ കാരണമായി നാം കണ്ടത് 2-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെയുള്ള കാര്യങ്ങളിൽ. അവിടെ ലേഖനകാരൻ പഴയ നിയമ വെളിപ്പാട് എങ്ങനെ വന്നു, പുതിയ നിയമ വെളിപ്പാട് എങ്ങനെ വന്നു എന്ന കാര്യം താരതമ്യം ചെയ്യുക. പഴയ നിയമം ദൂതന്മാരാൽ എന്നുള്ള പ്രയോഗം നാം ശ്രദ്ധിച്ചു. അത് പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിൽ നാം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ പുതിയ നിയമമോ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ദൈവം അത് വിവിധ വീര്യപ്രവൃത്തികളാൽ തുടങ്ങിയ കാര്യങ്ങളാൽ അത് ഉറപ്പിച്ചു. കേട്ടവർ നമുക്ക്
അത് ഉറപ്പിച്ചു തന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇങ്ങനെ ലഭിച്ചതാണ് പുതിയ നിയമ വെളിപ്പാട്. അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ വിധം നാം നോക്കിയാൽ പഴയ നിയമ വെളിപ്പാടിനേക്കാളിലും അതിശ്രേഷ്ഠമാണ്. പഴയ നിയമ വെളിപ്പാട് ലംഘിച്ചവർക്ക് ശിക്ഷ വന്നുവെങ്കിൽ അവിടെ നാം ശ്രദ്ധിച്ചത് നമുക്കും ദൈവവചനം ലംഘിച്ചാൽ ന്യായമായ ഫലം, പ്രതിഫലം എന്നാണ് അവിടെ കാണുന്നത്. ശിക്ഷ ലഭിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ തല്ലുകൊള്ളും എന്നുള്ള കാര്യം അവിടെ ലേഖനകാരൻ പറയുന്നത്. നാം വചനത്തിന് വേണ്ട സ്ഥാനം കൊടുക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഭയനിർദ്ദേശത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ 4-ാം അധ്യായം 13-ാം വാക്യം വരെയുള്ള ഭാഗമാണ് രണ്ടാമത്തെ ഭയനിർദ്ദേശം. ഈ ഭയനിർദ്ദേശത്തിന് നമുക്കിങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം: അവിശ്വാസത്തിന് ഉള്ള ഭയനിർദ്ദേശം, അല്ലെങ്കിൽ അനുസരണക്കേടിനുള്ള ഭയനിർദ്ദേശം. അനുസരണക്കേടെന്നുള്ള വാക്കും അതുപോലെ അവിശ്വാസം എന്നുള്ള വാക്കും നാം പല പ്രാവശ്യം ആവർത്തിച്ച് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം ഈ ഭാഗത്ത് 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നോക്കുമ്പോൾ ഇങ്ങനെ അവിശ്വാസം നിമിത്തം എന്നുള്ള പ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. മാത്രമല്ല തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം നോക്കുമ്പോൾ അനുസരണക്കേടിനെ കുറിച്ച് 6-ാം വാക്യത്തിൽ നാം കാണുന്നു. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ അവിശ്വാസം എന്നുള്ള വാക്കും ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. ഈ രണ്ട് വാക്കുകൾ ആവർത്തിച്ച് കാണുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിശ്വാസത്തിന് അല്ലെങ്കിൽ അനുസരണക്കേടിന് എതിരെയുള്ള അതിനുള്ള ഭയനിർദ്ദേശമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നാം മുൻപോട്ട് പോകുന്നതിന് മുൻപേ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് മുൻപോട്ട് പോകാം. ഈ എല്ലാ ഭാഗവും വായിക്കേണ്ടതാണ്. എന്നാൽ അത് വലിയ ഭാഗമായതുകൊണ്ട് സമയം ലാഭിക്കുവാനായിട്ട് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മാത്രം പ്രാരംഭമായി നമുക്ക് വായിക്കാം. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമസൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നാം ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗത്തിൻ്റെ ഒടുവിലായിട്ട് വരുന്ന വേദഭാഗമാണ്, കൺക്ലൂഷനായിട്ട് വരുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ആ വായിച്ച വേദഭാഗവും മിക്കതും നമുക്ക് പരിചയമുള്ളതും ചിലർക്ക് കാണാതറിയാവുന്നതുമൊക്കെയാണ്. നാം ഓരോ ഭയനിർദ്ദേശത്തിൻ്റെ ഭാഗവും എബ്രായ ലേഖനത്തിലെ 5 ഭയനിർദ്ദേശങ്ങളുണ്ടെന്ന് മുൻപ് ഓർക്കുകയുണ്ടായി. ആ ഓരോന്നും നാം നോക്കിയാൽ അതെല്ലാം ആ ഭാഗത്ത് ചേർക്കുവാൻ കാരണമായിട്ടിരിക്കുന്ന ചിലത് നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. 2-ാം അധ്യായത്തിൽ അതിന് കാരണമായിട്ടിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ ഈ ഭയനിർദ്ദേശത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് എന്താണെന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, വലിയവനാണെന്നുള്ള കാര്യമാണ് അവിടെ താൻ തെളിയിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് 6-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു.
നാം അവൻ്റെ ഭവനമാണ്, കർത്താവിൻ്റെ ഭവനമാണ്. എന്നാൽ അത് നാം എങ്ങനെ തെളിയിക്കുന്നു? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അല്ലെങ്കിൽ നാം തുടരണം. നാം തുടർന്ന് അവൻ്റെ ഭവനമാകുക എന്നുള്ളതല്ല, നാം ഭവനമെങ്കിൽ നാം തുടരും. തുടർന്ന് നാം താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത പാരന്തറ്റിക് പാസേജ് എന്താണെന്നുള്ളതൊക്കെ നാം മുൻപ് ചിന്തിക്കുകയുണ്ടായി. ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇനിയും പറയുന്നത് മുൻപ് പറഞ്ഞതിൽ നിന്നും അതിൻ്റെ ആ തുടർച്ചയായിട്ടുള്ള ചിന്തയല്ല, അതൊന്ന് വിശദീകരിക്കുവാൻ വേറിട്ട് താൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ട് ചില കാര്യങ്ങൾ പറയുക, വേറൊരു പാരയായിട്ട് താൻ ഇവിടെ ഇപ്പോൾ പറയുകയാണ്. ആ ഭാഗം നാം നോക്കിയാലും ഈ 6-ാം വാക്യത്തിൽ കാണുന്ന ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്നുള്ള പ്രയോഗം നാം കണ്ടു. 3:14 നോക്കുക. അവിടെ നാം കാണുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. നോക്കുക, മുറുകെ പിടിച്ചുകൊണ്ടാൽ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം 3:6 മുറുകെ പിടിക്കുവാനുള്ള നിർദ്ദേശം ലേഖനകാരൻ പറയുന്നു. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ തുടർന്ന് 7-ാം വാക്യം മുതൽ ഈ നീണ്ട ഭയനിർദ്ദേശത്തിൻ്റെ ഖണ്ഡികയിലേക്ക് ലേഖനകാരനെ നയിച്ചത്. തുടരണം. സാധാരണ ഇങ്ങനെ ഇംഗ്ലീഷ് പറയാറുണ്ട്, കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. അതിൻ്റെ അർത്ഥം, ഇഫ് വി ആർ റിയൽ വി വിൽ കണ്ടിന്യൂ. നാം വാസ്തവമെങ്കിൽ നാം തുടരും. വാസ്തവികതയുടെ ലക്ഷണമാണ്, തെളിവാണ് തുടരുക എന്നുള്ളത്. അപ്പോൾ നാം തുടരാൻ, വിശ്വാസത്തിൽ തുടരുവാൻ ഉള്ള പ്രബോധനമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിശ്വാസത്തിന് എതിരെയുള്ള ഭയനിർദ്ദേശം എന്ന് നാം ഈ ഭാഗത്തെ ആദ്യം കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, 3:6 താൻ പറഞ്ഞ, മുറുകെ പിടിക്കുവാൻ പറഞ്ഞ ആ കാര്യമായിരിക്കാം, ആ ചിന്തയായിരിക്കാം 7-ാം വാക്യം മുതൽ ഈ വിവരങ്ങൾ, ഈ വിഷയങ്ങളിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നത്. മറ്റൊരു കാര്യവും നാം ഇവിടെ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാം ഇതിൻ്റെ 12-ാം വാക്യം നോക്കുമ്പോൾ അവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. നോക്കുക, ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. ഇവിടെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് അപ്പോസ്റ്റനായി എന്നുള്ള വാക്കാണ്. ഡിപ്പാർട്ടിങ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഈ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ അപ്പോസ്റ്റസി എന്ന വാക്ക് വന്നിരിക്കുന്നത്. അപ്പോസ്റ്റസി. എന്താ അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ അർത്ഥം? മലയാളത്തിൽ നാം അതിനെ വിശ്വാസത്യാഗം, വിശ്വാസത്യാഗികൾ എന്നൊക്കെ നാം തർജ്ജമ ചെയ്യും. വിശ്വാസത്യാഗികൾ ആരാണ്? അല്ലെങ്കിൽ എന്താണ് വിശ്വാസത്യാഗം? വിശ്വാസത്യാഗികൾ എന്ന് പറയുന്നത് പിന്മാറ്റക്കാരല്ല. പിന്മാറ്റക്കാരെന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടിരിക്കുന്നവർ അവരുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് പിൻപെട്ടു പോകുന്നവരെയാണ്. എന്നാൽ വിശ്വാസത്യാഗികൾ എന്ന് പറയുന്നത്, ആ വാക്ക് കേട്ടാൽ നമുക്ക് തോന്നും ഒരിക്കലും അവർ യഥാർത്ഥ വിശ്വാസത്തിൽ ആയിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടതൊക്കെ ആയിരുന്നു, എന്നാൽ അവർ പിന്നോട്ട് പോയി എന്നുള്ള ആ ചിന്ത നമുക്ക് ആ വാക്ക് കേട്ടാൽ തോന്നും. എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. ആ വിശ്വാസത്യാഗം അല്ലെങ്കിൽ വിശ്വാസത്യാഗികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ പോലൊക്കെ തോന്നി. യോഗത്തിന് വരുമായിരുന്നു, വേദോസ്തം വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, വചനം കേൾക്കുന്നതിന് താല്പര്യം, സന്തോഷത്തോടെ അത് സ്വീകരിക്കും, വിശ്വസിച്ചു എന്നൊക്കെ പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കണ്ടാൽ വിശ്വാസികളെ പോലെ തന്നെ തോന്നും. എന്നാൽ ഒരു സാഹചര്യം വരുമ്പോൾ അവർ ഇതെല്ലാം ത്യജിച്ച്, ദൈവത്തെ തന്നെ ത്യജിച്ച് അവർ പിൻപോട്ട് പോകുന്നവർ. അങ്ങനെ പിൻപോട്ട് പോകുമ്പോൾ അവർ തെളിയിക്കുന്നത് ഇത്രയും നാൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നത് ചുമ്മാതായിരുന്നു. ആ റിയലായിട്ടുള്ള ഉള്ളിലുള്ള ആ വ്യത്യാസം, ആ ഉള്ളിലുള്ള ആ വീണ്ടും ജനനം ഇല്ലായിരുന്നു, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം അല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്
നാം വിശ്വാസത്യാഗികൾ അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. കർത്താവ് കളകളുടെ പാരബിൾ പറയുകയുണ്ടായി, ഉപമ പറയുകയുണ്ടായി. അവിടെ ഗോതമ്പ് നല്ല വിത്തൊക്കെയാണ് വിതച്ചത്, എന്നാൽ ശത്രു വന്ന് അതിനിടെ കള വിതച്ചു. കളയുടെ ആരംഭകാലങ്ങളിൽ അത് വളരുന്ന സമയത്ത് നല്ല വിത്ത് പോലൊക്കെ തന്നെ തോന്നും, അതും ഗോതമ്പാണെന്നൊക്കെ തോന്നും, എന്നാൽ അതിൽ ഫലം ഒരിക്കലും ഉണ്ടാവുകയില്ല. മാത്രമല്ല മറ്റുള്ളതിനൊക്കെ, നല്ല വിത്തിനൊക്കെ, നല്ല ആ ചെടിക്കൊക്കെ അത് ദോഷമായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. ഒരുപോലെ തോന്നും, എന്നാൽ സമയം വരുമ്പോൾ അത് ഗോതമ്പല്ലായിരുന്നു, നല്ല വിത്തല്ലായിരുന്നു എന്നുള്ളത് തെളിയിക്കും. ആ കളകൾ ഈ വിശ്വാസത്യാഗികൾക്ക് ഒരു ചിത്രമാണ്. ഏത് കാലത്തും ഇതുണ്ടായിരിക്കും, അത് നാം ഓർക്കേണ്ടത്. എബ്രായരുടെ മധ്യേയും ഉണ്ടായിരുന്നു. പലർ പിന്തിരിഞ്ഞു പോയി, അല്ലെങ്കിൽ യഹൂദ ആ മതത്തിൻ്റെതായിട്ടുള്ള കെട്ടുപാടുകളിലേക്ക്, റിച്വൽസിലേക്ക്, ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവർ ഇതുവരെയും ചെയ്ത കാര്യങ്ങളൊക്കെ ചുമ്മാതായിരുന്നുവെന്ന് അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് ഇത് എഴുതുന്നതാണ്. എന്നാൽ മറ്റൊന്ന് ഓർക്കേണ്ടത്, അവരെ ഓർത്താണ് ഇത് എഴുതുന്നതെന്ന് പറയുമ്പോൾ ലേഖനകാരൻ ഒരിക്കലും അങ്ങനെ അവരെ മുദ്രയടിക്കുകയല്ല. നിങ്ങളൊക്കെ വിശ്വാസത്യാഗികളാ, ദൈവമക്കളൊന്നുമല്ല, ചുമ്മാ അതൊക്കെ വരികയായിരുന്നു എന്നൊന്നും പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടൊന്നും കാണുന്നില്ല. നാം അവിടെ നോക്കുമ്പോൾ 12-ാം വാക്യത്തിൽ അവരെ സഹോദരന്മാരെ എന്ന് താൻ വിളിക്കുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ പങ്കാളികൾ എന്നവരെ കുറിച്ച് പറയുന്നു. അത് മാത്രമല്ല 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കുമ്പോൾ അവിടെ താൻ പറയുന്നത് വി ഹു ഹാവ് ബിലീവ്ഡ്, വിശ്വസിച്ച നാമല്ലോ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നാം അവിടെ കാണുന്നു. മാത്രമല്ല 4:9 അവരെ കൂടെ കൂട്ടി ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ നാം കാണുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥം, ആരാണ് യഥാർത്ഥമല്ലാത്തത് തുടങ്ങിയുള്ള കാര്യങ്ങൾ താൻ അവിടെ മുദ്രയടിക്കുന്നൊന്നുമില്ല. അവർ പിന്തുടരുന്ന അവർ അത് തെളിയിക്കണം. അതുകൊണ്ട് അവരെ വിധിക്കുന്നില്ല, എന്നാൽ അവർ അത് തെളിയിക്കണം എന്നുള്ള കാര്യം ഈ ഭാഗത്തുകൂടി അവരോട് ഓർപ്പിക്കുക. നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നാം പ്രധാനമായിട്ടും കാണാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഈ ഭാഗത്തുള്ള 3 തരത്തിലുള്ള വിശ്രമങ്ങൾ. രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് ലേഖനകാരൻ പറയുന്ന 2 ദൃഷ്ടാന്തങ്ങൾ. മൂന്നാമതായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ അനുസരിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രബോധനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള കരുതൽ. ഈ 3 കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള വിശ്രമങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തതിന് നമുക്കിങ്ങനെ വിളിക്കാം ദൈവത്തിൻ്റെ വിശ്രമം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വസ്ഥത, ഗോഡ്സ് റെസ്റ്റ്. 4-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ നോക്കുക. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ സ്വസ്ഥത എന്നുള്ള പ്രയോഗം ആവർത്തിച്ച് നാം കാണും. അത് ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നുള്ള ഉദ്ധരണിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം 7-ാം നാളിൽ തൻ്റെ പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്നുള്ള ഉദ്ധരണി. നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധയെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു.
ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം സൃഷ്ടിക്രിയയിൽ നിന്നും സൃഷ്ടിയുടെ പ്രവൃത്തിയിൽ നിന്നും നിവർത്തനായി എന്നുള്ളത് നാം കാണുന്നുണ്ട്. 7-ാം ദിവസം ദൈവം തൻ്റെ ശബത്തിലേക്ക്, വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. എന്നുവെച്ചാൽ ആ 6 ദിവസത്തെ പണി കൊണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയി, ഇനി ഒരു ദിവസം ഒന്ന് വിശ്രമിക്കാം, പിന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇല്ല, ആ അർത്ഥത്തിലല്ല നാം അതെടുക്കേണ്ടത്. അവൻ സൃഷ്ടികർമ്മത്തിൽ നിന്നും വിരക്തനായി. ആ നിലയിലുള്ള വിശ്രമമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന് നാം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നാം അതിനു മുൻപുള്ള 6 ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ, ആ സൃഷ്ടിയുടെ 6 ദിവസങ്ങൾ, ഓരോ ദിവസവും അവസാനിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി എന്നുള്ള പ്രയോഗത്തോടെയാണ്. 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ 1-ാം ദിവസത്തെ കുറിച്ച് നാം കാണുന്നു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. 13-ാം വാക്യത്തിൽ 3-ാം ദിവസത്തെക്കുറിച്ച് അത് തന്നെ നാം കാണുന്നു. പിന്നീട് 4-ാം ദിവസത്തെക്കുറിച്ച് 19-ാം വാക്യത്തിൽ നാം കാണുന്നു. 5-ാം ദിവസത്തെക്കുറിച്ച് 23-ാം വാക്യം. അതിനുശേഷം 31-ാം വാക്യത്തിൽ 6-ാം ദിവസത്തെക്കുറിച്ച് നാം കാണുന്നു. 6 ദിവസവും അവസാനിക്കുന്നത് ആ പ്രയോഗത്തോടെയാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, 2-ാം ദിവസം, 6-ാം ദിവസം വരെ. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, 7-ാം ദിവസത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധ്യമല്ല. ആദ്യത്തെ 6 ദിവസങ്ങളും അങ്ങനെ ആ പ്രയോഗത്തോടെ ഉപസംഹരിക്കുന്നുവെങ്കിൽ 7-ാം ദിവസത്തിന് അങ്ങനെ ഒരു ഉപസംഹാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. യഹൂദ റബിമാർ ഇതിനെ ഈ നിലയിൽ വിശദീകരിക്കുമായിരുന്നു. 6 ദിവസവും ഇറ്റ് ഈസ് ക്ലോസ്ഡ്, അതെല്ലാം അതിനെല്ലാം ഒരു ഉപസംഹാരം നാം കാണുന്നു, അന്ത്യം നാം കാണുന്നു. എന്നാൽ 7-ാം ദിവസം ആ രീതിയിലുള്ള ഒരു പ്രയോഗം ഒടുവിൽ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ എൻഡഡ്, അതിന്നും തുറന്നിരിക്കുകയാണ്. എന്തിനായി തുറന്നിരിക്കുന്നു? തനിക്കുള്ളവർ, അല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യർ, അവർ തൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ. അതുകൊണ്ട് ആ ദിവസത്തെ കൺക്ലൂഡ് ചെയ്യാതെ ഓപ്പൺ എൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന ഒരു ദിവസമായിട്ട് അത് അവശേഷിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ നിലയിലുള്ള ഇന്റർപ്രിട്ടേഷൻ യഹൂദ റബിമാരുടെ മധ്യേ ഉണ്ടായിരുന്നു. നാം ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഏതാണ്ട് ആ ആശയം തന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വസ്ഥത, അതിൽ പ്രവേശിക്കുവാൻ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിച്ചു. അപ്പോൾ ആ ദിവസത്തെയാണ് നാം ആദ്യം വായിച്ച എബ്രായ 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ സ്വസ്ഥത, എൻ്റെ സ്വസ്ഥത, അതാണ് ഒന്നാമത്തെ സ്വസ്ഥത. ഇനി 2-ാമത്തെ സ്വസ്ഥതയിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം, അല്ലെങ്കിൽ 2-ാമത്തെ വിശ്രമം, അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, കനാന്റെ സ്വസ്ഥത, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തിൻ്റെ സ്വസ്ഥത, കനാൻസ് റെസ്റ്റ്. നാം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ. അതുപോലെ തന്നെ 3-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ നാം വായിക്കുന്നത്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു, ലോകസ്ഥാപനത്തെങ്കിൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. തുടർന്ന് നാം ദൃഷ്ടാന്തമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പ്രഥമമായിട്ട് ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്, കനാനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. യോശുവ കൊടുക്കുന്ന വിശ്രമത്തെക്കുറിച്ചും അവിടെ 8-ാം വാക്യത്തിൽ നാം കണ്ടു, അത് കനാൻ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇസ്രയേൽ ജനത്തെ കർത്താവ് നടത്തി അവരെ വാഗ്ദത്ത ഭൂമിയിൽ കൊണ്ടുവന്നു. അവിടെ അവർക്ക് വിശ്രമം ലഭിച്ചു, വാസ്തവത്തിൽ സ്വസ്ഥത ദേശത്തുണ്ടായി. എന്നാൽ അത് ആത്യന്തികമായിട്ടുള്ള, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച ആത്യന്തികമായിട്ടുള്ള വിശ്രമമായിരുന്നില്ല.
നാം ഇവിടെ 8-ാം വാക്യത്തിൽ ഓർക്കുകയുണ്ടായി, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് വരുത്തിയില്ല എന്നുള്ള ആശയമാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ യോശുവയുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരിക. 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് 11:23 അതിൻ്റെ അവസാന ഭാഗം, ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. 14-ാം അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 15-ാം വാക്യം അവിടെ നാം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ അവസാന ഭാഗം, അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. 22-ാം അധ്യായത്തിലേക്ക് വരിക. 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ഇനി 23-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം അവിടെയും നാം വായിക്കുന്നത് അതേ സംഗതി തന്നെ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രയേലിന് സ്വസ്ഥത നൽകി. നോക്കുക, ആവർത്തിച്ച് ഈ പ്രയോഗം നാം കാണുന്നു. സ്വസ്ഥത നൽകി, സ്വസ്ഥത നൽകി. ദേശത്തിന് സ്വസ്ഥത വന്നു, ജനത്തിന് സ്വസ്ഥത വന്നു. എന്നാൽ നാം എബ്രായലേഖനം 4:8 വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ എന്ന് വെച്ചാൽ വരുത്തിയില്ല എന്നുള്ള പ്രയോഗം അവിടെ നാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശത്ത് വന്ന ആ വാഗ്ദത്ത ഭൂമിയിൽ അവർക്ക് ലഭിച്ച, കനാനിൽ ലഭിച്ച ആ സ്വസ്ഥതയായിരുന്നില്ല ആത്യന്തികമായി ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചത്. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നില്ല ദൈവത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അതിലും ഉപരിയായിട്ടുള്ളതായിരുന്നു ആ വിശ്രമം എന്ന് പറയുന്നത്. കനാനിലെ സ്വസ്ഥത എന്ന് പറയുന്നത് കേവലം നിഴൽ മാത്രമായിരുന്നു. എന്തിൻ്റെ നിഴൽ? ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വസ്ഥത അനുഭവിച്ച്, ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്ന അവസ്ഥ. കനാൻ അതിൻ്റെ നിഴല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് നിഴലുമല്ല. നാം സാധാരണ ഇത് കേൾക്കാറുള്ളതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ ഈ ലോകത്തിൽ, ആ മരുഭൂമിക്ക് തുല്യമായിട്ടുള്ള ഈ ലോകത്തിൽ ക്രിസ്തുവിലുള്ള സ്വസ്ഥതയും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുന്ന അവസ്ഥയ്ക്കൊരു നിഴലായിരുന്നു അത് കനാനിലെ സ്വസ്ഥത. ആ സ്വസ്ഥതയായിരുന്നില്ല ആത്യന്തികമായി ജനത്തിനു വേണ്ടി ദൈവം ആഗ്രഹിച്ചത്. അതിലും ഉപരിയായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ 7-ാം ദിവസം അവർക്കായി തൻ്റെ എല്ലാ ജനത്തിനായിട്ടും അവൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അതിൻ്റെ പരാമർശം നാം കാണുന്നു. എന്നാൽ നിഴൽ എന്നുള്ള സ്ഥാനമേ അതിനുള്ളൂ. അത് ആത്യന്തികമായിരുന്നില്ല. ഇനി മൂന്നാമത് നാം കാണുന്നത് ദ സ്പിരിച്വൽ റെസ്റ്റ്, ആത്മിക വിശ്രമം. 9-10 വാക്യങ്ങൾ നോക്കുക. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. നോക്ക്, ഒരു ശബത്ത് അനുഭവം. ശബത്ത് എന്ന് വെച്ചാൽ വിശ്രമം, സ്വസ്ഥത. ഒരു ശബത്ത് അനുഭവം ഇന്നും ശേഷിച്ചിരിക്കുന്നു. നമ്മുടെ മുൻപിൽ ഒരു ശബത്ത് അനുഭവം ഇനിയും ശേഷിച്ചിരിക്കുന്നു. നാം ദൃഷ്ടാന്തത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നതാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഈ ലോകത്തിൽ നാം വറീഡായിട്ട് പല കാര്യങ്ങളാൽ ചിന്താകുലരായിട്ട് ജീവിക്കുവാൻ ആവശ്യമില്ല. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്നും സ്വസ്ഥമായതുപോലെ നാമും ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന്, ലോകത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥമായ അവസ്ഥയിൽ നിന്ന്, ചിന്താകുലങ്ങളിൽ നിന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇന്നും അവസ്ഥയുണ്ട്, ഇന്നും സാധ്യതയുണ്ട്. വാതിലുകൾ ഇന്നും തുറന്നിരിക്കുന്നു. ദൈവം ആത്യന്തികമായി തൻ്റെ ജനത്തിനായിട്ട് ആഗ്രഹിച്ച വിശ്രമം പുതിയ നിയമ വിശ്വാസികൾക്ക് ഇന്നും അനുഭവിക്കാം. അതാണ് സ്പിരിച്വൽ റെസ്റ്റ് എന്ന് നാം നാമകരണം ചെയ്തത്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് അതേക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത് നാം കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇവിടെ അധ്വാനം, ഭാരം, ഇത് പാപഭാരമാണ്. പാപത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള അധ്വാനമാണ്, നമുക്കറിയാം. കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുവിൻ. വരുവിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അർത്ഥം. സുവിശേഷങ്ങളിൽ വിശ്വാസത്തിന് പല സദൃശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്, വരുവിൻ. അപ്പോൾ വരുവാൻ കർത്താവ് പറയുന്നു. വന്നാൽ എന്ത് കിട്ടും? പിന്നെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നാൽ കർത്താവ് അവിടെ നിർത്തിയില്ല. 29 വാക്യത്തിൽ പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 28 അവസാനം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29 അവസാന ഭാഗം, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 2 ആശ്വാസങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ആശ്വാസങ്ങളാണ്. 28 വാക്യത്തിലേക്ക് ആദ്യത്തേത് പാപികൾക്കുള്ള ആശ്വാസമാണ്. രണ്ടാമത്തേത് 29 വാക്യത്തിലേത് വിശ്വാസികൾക്കുള്ള ആശ്വാസമാണ്. ദ സിന്നേഴ്സ് റെസ്റ്റ് ആൻഡ് ദ സെയിൻസ് റെസ്റ്റ്. ആദ്യത്തേത് പാപികൾക്കുള്ള ആശ്വാസം ലഭിക്കാൻ എന്ത് ചെയ്യണം? വരണം. അത് വിശ്വസിക്കണം. എന്നാൽ വിശ്വാസികൾക്ക് അനുദിന ജീവിതത്തിൽ വിശ്രമം അനുഭവിക്കുവാൻ, സ്വസ്ഥത അനുഭവിക്കുവാൻ, ക്രിസ്തുവിങ്കലെ സമാധാനം അനുഭവിക്കുവാൻ ഇടയാകണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ദുഃഖമേറ്റ് എന്നോട് പഠിക്കണം. അത് നാം ചെയ്യേണ്ടതാ. വരണമെന്നല്ലതിന് പറയുന്നത്. നാം അവനോട് പഠിക്കണം. അതിൻ്റെ അർത്ഥമൊക്കെ നാം പിന്നീട് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ 2 വിശ്രമം നാം കാണുന്നുണ്ട്. പാപിക്കുള്ള വിശ്രമം, തന്നെയുമല്ല വിശുദ്ധന്മാർക്കുള്ള വിശ്രമം. അവനിൽ വിശ്രമമുണ്ട്. ഇതാണ് ആത്മീയ വിശ്രാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സ്വസ്ഥത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മൂന്നാമത്തെ റെസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അവനിൽ നിന്ന്, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ ആ രണ്ടാമത്തേത് സെയിൻസ് റെസ്റ്റ്, അതാണ് വിഷയം. സിന്നേഴ്സ് റെസ്റ്റ് അല്ല. ആ പാപികൾക്കുള്ള വിശ്രമം കണ്ടെത്തിയവർ അനുഭവിക്കേണ്ട ആ സ്വസ്ഥത, ദൈവത്തിൻ്റെ സ്വസ്ഥത, അതാണ് പ്രധാനമായിട്ടും അവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ 3 വിശ്രമങ്ങൾ ഈ ഭാഗത്ത് പരാമർശിച്ചിരിക്കുമ്പോൾ, ദൈവം തൻ്റെ ജനത്തിനായിട്ട് ആഗ്രഹിച്ച വിശ്രമത്തിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യം നമ്മെ മനസ്സിലാക്കുവാനായിട്ട്, വായനക്കാരെ മനസ്സിലാക്കിക്കുവാനായിട്ട് 2 പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ ലേഖനകാരൻ കോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരാമർശിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധേയനെയും കൊണ്ടുവരാം. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ പഴയ നിയമ ഉദ്ധരണിയാണ്. നാം 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ളത് സങ്കീർത്തനങ്ങൾ 95-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. ഈ ഭാഗം നാം നോക്കുമ്പോൾ പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നാം മറ്റൊന്ന് ഓർക്കേണ്ടത്, 95-ാം സങ്കീർത്തനം യഹൂദന്മാർ എല്ലാ ശബത്തുകളിലും അവരുടെ സിനഗോഗുകളിൽ, പള്ളികളിൽ വായിച്ചിരുന്ന ഭാഗമാണ്. അപ്പോൾ ശബത്തിനോടുള്ള ബന്ധത്തിൽ, വിശ്രമത്തോടുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കിയിരുന്ന ഭാഗമാണ്. അവർക്ക് വളരെ പരിചയവും ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയും വായിച്ചു കേട്ട്. അപ്പോൾ അവർക്ക് പരിചയമുള്ള വേദഭാഗത്തു നിന്നും ഈ എബ്രായർക്ക് ലേഖനകാരൻ ഈ കാര്യങ്ങൾ ഉദ്ധരിക്കുക. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഭാഗത്ത് 8 മുതൽ 11 വരെ, അല്ലെങ്കിൽ 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെ, ഇവിടെ പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ ലേഖനകാരൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ഉദ്ധരിക്കുന്നു. ഏതൊക്കെയാണ് ആ 2 സംഭവങ്ങൾ? ഒന്നാമത്തത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുറപ്പാട് 17-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
നാം അത് വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ല, സമയമില്ലാത്തത് കൊണ്ട് അത് വായിക്കുവാനും നാം തുനിയുന്നില്ല. ആ 17-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ യാത്രയിൽ കാദേശിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം കുടിക്കുവാനായിട്ടില്ലായിരുന്നു. അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നതും ദൈവം അതിന് ഹോരേബിൽ ഒരു പാറ കാട്ടിക്കൊടുക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ചരിത്രമാണല്ലോ, ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല പാറയെ അടിക്കുന്നതും അവർക്ക് ജലം നൽകുന്നതും ഒക്കെ നാം കാണുന്നു. അവിടെ ജനം പിറുപിറുത്തു. ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് പകരം ആ ജനം പിറുപിറുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സ്ഥലത്തിന് മെരീബ, മസ എന്നിങ്ങനെ പേരായി. മെരീബ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ട്രൈഫ് അല്ലെങ്കിൽ മത്സരം എന്നാണ്. മസ എന്ന വാക്കിൻ്റെ അർത്ഥം ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പരീക്ഷ എന്നാണ്. അവർ മത്സരിച്ചു, മത്സരികളായി തീർന്നു, വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തും ഇസ്രായേലിൽ നിന്നും പുറപ്പെടുവിച്ച ദൈവം, ചെങ്കടലിനെയൊക്കെ പിളർന്ന് കൊണ്ടുവന്ന ദൈവം ഇത് ചെയ്യുവാൻ, അവർക്ക് ജലം നൽകുവാൻ പര്യാപ്തനാണെന്നുള്ളത് അവർ വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല. അവർ മറുതലിച്ചു, മത്സരികളായി ദൈവത്തെ പരീക്ഷിച്ചു. ആ കാര്യമാണ് നമുക്ക് ഈ സങ്കീർത്തനം 7 മുതൽ താഴേക്ക് 95-ാം സങ്കീർത്തനം 7 മുതൽ താഴേക്ക് 10-ാം വാക്യം വരെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 11-ാം വാക്യം, എബ്രായ ലേഖനത്തിലും ആ 11-ാം വാക്യം 3:11 നാം കാണുന്നത് മറ്റൊരു സംഭവമാണ്. നാം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. ഈ വാക്യം സംഖ്യാപുസ്തകം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ ക്രോധത്തിൽ, ദൈവത്തിൻ്റെ കോപത്തിൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനില്ല എന്ന് സത്യം ചെയ്ത രംഗം നാം കാണുന്നു. അതിൻ്റെ പശ്ചാത്തലം 13, 14 അധ്യായങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ പാറാൻ മരുഭൂമിയിൽ നിന്നും മോശ 12 പേരെ കനാൻ ഒറ്റുനോക്കുവാനായിട്ട് വിടുന്നത് നാം കാണുന്നു. അതിൽ 10 പേരും വന്ന് ദുർവാർത്ത ആ ജനത്തിന് അറിയിക്കുന്നു: നമുക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല, നാം ഇവിടെ ചാകുകയുള്ളൂ, അമാലേക്കരും ഒക്കെ മല്ലന്മാരൊക്കെ നമ്മെ വെട്ടുകിളികളെ പോലെ തിന്നുകയുള്ളൂ, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ 2 പേർ, അതായത് യോശുവയും കാലെബും, അവർ നല്ല വാർത്ത ജനത്തിന് നൽകുന്നതായി നാം കാണുന്നുണ്ട്. അവിടെ നാം നോക്കുമ്പോൾ ജനം അവരെ കല്ലെറിയണമെന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ നിൽക്കുന്നു. മോശയെയും ഈ പറഞ്ഞവരെയൊക്കെ, നല്ല വാർത്ത പറഞ്ഞവരെയൊക്കെ കല്ലെറിയണമെന്ന് പറഞ്ഞ് അവർ അതിന് നേരെ തിരിയുന്നതൊക്കെ നാം കാണുന്നു. ആ ഭാഗങ്ങളൊക്കെ പിന്നീട് വായിച്ചുകൊണ്ടാൽ മതി, നാം ഇപ്പോൾ അത് വായിക്കുവാനായിട്ട് ആവശ്യമില്ല. ആ സംഭവങ്ങൾ, ഈ 2 സംഭവങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് പകരം അവർ അവിശ്വസിച്ചു. ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കേണ്ടതിന് പകരം അവർ അനുസരിച്ചില്ല, അനുസരണം കെട്ടവരായി തീർന്നു. നോക്കുക, സംഭവങ്ങൾ നടന്നത് ഇങ്ങനെ പറയാം, ഏതാണ്ട് BC 1500 മോശയുടെ കാലം. 95-ാം സങ്കീർത്തനത്തിൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് ഏതാണ്ട് BC 1000. ആ കാര്യങ്ങളെ ഉദ്ധരിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് ക്രിസ്തു വർഷം ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലത്തെ ഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ പകുതിക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേത്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി നടന്നത്, സംഭവം നടന്നത് ഏതാണ്ട് BC 1500. സങ്കീർത്തനക്കാരൻ അതിനെ, ആ സംഭവത്തെ ഉദ്ധരിച്ചിട്ട് വിശ്രമം ഇപ്പോഴും ഇന്നും ആ വിശ്രമത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് BC 1000. മാത്രമല്ല, കർത്താവിന്റെ ജനനത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എബ്രായ ലേഖനകാരൻ ഇത് എഴുതുന്നു. അതിനും ഏതാണ്ട് 2000 വർഷത്തിന് ശേഷം നാം ഇന്ന് വൈകിട്ട് ഈ ഭാഗങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. നാം ഒന്ന് ഓർക്കേണ്ടത്, ഇത് പ്രാരംഭത്തിലുണ്ടായിരുന്ന ആ ജനങ്ങൾ, കേട്ട ജനം, ആ കേട്ട ജനത്തിന് ഇത് എത്രമാത്രം പ്രായോഗികമായിരുന്നുവോ അതേ പ്രായോഗികത ഇന്ന് ചിന്തിക്കുന്ന, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം
ഇന്ന് ചിന്തിക്കുന്ന നമുക്ക് പ്രായോഗികതയുള്ളതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തുറന്നിരിക്കുന്ന ആ ദിവസം, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ആ ദിവസം, ലേഖനകാരൻ ഇവിടെ പറയുന്നത് ഇന്നും അത് തുറന്നിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ താൻ തെളിയിക്കുന്നത് ഇതാണ്: ദൈവത്തിന്റെ സ്വസ്ഥത. ഇന്ന് എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്നും എബ്രായ സങ്കീർത്തനക്കാരനാണ് ഇന്ന് എന്നുള്ള ആ പ്രയോഗം പറയുന്നത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നിങ്ങൾ മത്സരിക്കരുത്, നിങ്ങൾ അനുസരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ ഫലം? നിങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. അനുസരണം കെട്ടവരാകുന്നെങ്കിലോ വിശ്രമം നിങ്ങൾക്കും ഉണ്ടാകിയില്ല, സ്വർഗത്തിൽ കടക്കില്ലെന്നുള്ളതുമല്ല അതിന്റെ പ്രായോഗികത. പിന്നെ ഈ ഭൂമിയിൽ വരണ്ട ജീവിതം ജീവിക്കേണ്ടി വരും, അരണ്ട ജീവിതം ജീവിക്കേണ്ടി വരും, സ്വസ്ഥതയില്ലാത്ത ജീവിതം ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നിടത്തോളം 2000 വർഷത്തിനു മുമ്പ് ലേഖനകാരൻ ഇന്ന് എന്ന് പറഞ്ഞുവെങ്കിൽ നാം ഇന്ന് ഓർക്കേണ്ടത് ഇപ്പോഴും ആ ഇന്ന് തുടരുകയാ. ആ ടുഡേ ഇന്നും തുടരുകയാ. 7-ാം ദിവസം ഇന്നും നമുക്ക് തുറന്നിരിക്കുക ഉൾപ്രവേശിക്കുവാൻ. നാം ആരംഭത്തിൽ 3 വിശ്രമങ്ങൾ കണ്ടു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് 2 ദൃഷ്ടാന്തങ്ങളാ. ഇനിയും കാണുവാനായിട്ട് പോകുന്നത്, വളരെ ചുരുങ്ങിയ നിലയിൽ കാണുവാനായിട്ട് പോകുന്നത്, ഈ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കരുതലാണ്. എങ്ങനെ പ്രവേശിക്കുക, അല്ലെങ്കിൽ അവിശ്വാസത്തിനെതിരെയുള്ള, അനുസരണക്കേടിനെതിരെയുള്ള കരുതൽ നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള കാര്യമാണ്. പല കാര്യങ്ങൾ ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട്. വളരെ ചുരുക്കമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതിങ്ങനെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് കാണുന്ന ചില പ്രയോഗങ്ങൾ നാം നോക്കുക. 12-ാം വാക്യം നോക്കുക. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങളിൽ ആർക്കും. ഇത് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തം. അവിശ്വാസമുള്ള ഹൃദയം എന്നിൽ ഉടലെടുക്കുവാൻ ഇടവരാതെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കണം. നാം ഓരോരുത്തരും സൂക്ഷിക്കണം. വ്യക്തിപരമായ ഉത്തരവാദിത്തം. ഇനിയും താഴേക്ക് നോക്കുക, 13-ാം വാക്യം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എന്ന് പറയുന്നിടത്തോളം, അല്ലെങ്കിൽ വിശ്രമത്തിനുള്ള സാധ്യത തുറന്നു കിടക്കുന്നിടത്തോളം ഇന്നും തുടരുകയാ. അവിടെ നാം കാണുന്നത് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം നമ്മെ തന്നെ കരുതുക മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, പിന്നെ അന്യോന്യമുള്ള ഉത്തരവാദിത്വവുമുണ്ട്. നിന്നെ തന്നെ സൂക്ഷിക്കുക, അന്യോന്യം കരുതുക. നിന്നോട് തന്നെ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്, മറ്റുള്ളവരോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മോട് തന്നെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, മറ്റുള്ളവരോടും ഉത്തരവാദിത്വമുണ്ട്. എന്തിനായി? ആരിലും അവിശ്വാസമുള്ള ഹൃദയം ഉടലെടുക്കാതെ നാം കരുതുവാൻ. ആദ്യത്തെ ഉത്തരവാദിത്വം എന്നോട് തന്നെയാ, പിന്നെ മറ്റുള്ളവരോട്. ഈ ക്രമം മറ്റുള്ള ഭാഗത്തും നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:28 പൗലോസ് മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ, എഫെസോസിലുള്ള മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും ആട്ടിൻകൂട്ടത്തെയും. അതുപോലെ തന്നെ 1 തിമോത്തിയോസ് 4:16 വായിക്കുമ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ, നിന്നെ തന്നെയും ഉപദേശത്തെയും. ആദ്യം നിന്നെ. ഇവിടെയും ആ ക്രമം തന്നെ നാം കാണുന്നുണ്ട്. നമ്മെ തന്നെ കരുതണം, അനുസരണക്കേടിൽ പെട്ടുപോകാതിരിപ്പാൻ. മാത്രമല്ല, അവിശ്വാസം ഹൃദയത്തിൽ ഉള്ളിൽ ഉളവാകാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. ആദ്യത്തതില്ലാതെ രണ്ടാമത്തത് അസാധ്യം. ഇനിയും അന്യോന്യമുള്ള ഉത്തരവാദിത്വം ലേഖനകാരൻ വിശദീകരിക്കുക. എന്തെല്ലാം നമുക്ക് അതിൽപ്പെടുത്താം? 3:12 നാം കാണുന്നത്, 3:13 നാം കാണുന്നത്, പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. പ്രബോധിപ്പിക്കുക.
ഇത് ശക്തമായിട്ടുള്ള പ്രബോധനത്തെ കുറിക്കുന്നതാണ്. ഇതൊരു മിലിറ്ററി വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മിലിറ്ററിയിൽ ഒരു കമാൻഡർ തനിക്ക് കീഴിലുള്ളവരെ അനുസരിക്കത്തക്കവണ്ണം കമാൻഡ് കൊടുക്കുന്നതിന്, കൽപ്പന കൊടുക്കുന്നതിന് ഉള്ള വാക്കാണ് ഇവിടെ. ആ നിലയിൽ തമ്മിൽ നാം പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. വീണ്ടും നമുക്ക് താഴേക്ക് വരാം. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരിക. 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം വാക്യം: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതാണ് രണ്ടാമത്തത്. ഭയപ്പെടുക എന്നവിടെ പറയുമ്പോൾ എന്തെങ്കിലും മൃഗത്തെ കണ്ട് ഭയപ്പെടുന്നത് പോലെ എന്നുള്ള ഭയമല്ല, കരുതുവാനുള്ള നിർദ്ദേശമാണത്. അശ്രദ്ധയുള്ളവരായിരിക്കരുത്, ശ്രദ്ധയുള്ളവരായിരിക്കണം. തെന്നലുള്ള സ്ഥലത്തുകൂടിയൊക്കെ പോകുമ്പോൾ നാം ചിലപ്പോൾ ഭയത്തോടെ ആയിരിക്കും നടക്കുന്നത്. തെന്നിപ്പോകുമോ എന്നുള്ള ഭയം, അത് ശ്രദ്ധയെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ അവിശ്വാസത്തിൽ, അനുസരണക്കേടിൽ വീഴുവാനുള്ള സാധ്യത അനവധിയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ശത്രു വളരെ ആക്റ്റീവായിട്ടുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കരുതുക, ഭയപ്പെടുക. ഇനി വീണ്ടും മുൻപോട്ട് പോകാം. പിന്നീട് നാം 2-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. 2-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം: എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വാസമായി പരിണമിക്കായാൽ, കേട്ടത് വിശ്വാസമായി പരിണമിക്കണം. അല്ലെങ്കിൽ കേൾക്കുന്നതിനോട് നാം വിശ്വാസം കൂട്ടണം. വചനം വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ തലയിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമല്ല, മനസ്സിലാക്കിയ കാര്യങ്ങളോട് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതാണ്. വിശ്വാസം ഒരു സമർപ്പണമാണ്. വചനത്തിന് വിധേയപ്പെടണം, സമർപ്പിക്കണം നമ്മെ അതിനായി. അനുസരണത്തിനുള്ള സമർപ്പണം. ഇനി 4-ാമതായിട്ട് നോക്കുക. ഒടുവിലായിട്ട് നാം അവിടെ നോക്കുമ്പോൾ 4-ന്റെ 11-ാം വാക്യം നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ സ്വസ്ഥതയിൽ, 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹം വേണം. ക്രിസ്തീയ ജീവിതത്തിലുള്ള സന്തോഷം, സമാധാനം, കനാന്റെ അനുഭവം ആത്മീയ ജീവിതം അലസമായി ജീവിക്കുന്നവർക്കുള്ളതല്ല. ഉത്സാഹം ആവശ്യമാണ്. ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് ലേബർ എന്നുള്ള വാക്കാ. അധ്വാനിക്കണം. ഇതെന്ത് അധ്വാനത്തെ കാണിക്കുന്നതാണ്? കർത്താവിന്റെ വാക്കുകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാം മത്തായി സുവിശേഷം 11-ാം അധ്യായം നോക്കിയപ്പോൾ ഞാൻ പറയുണ്ടായി, വീണ്ടും നാം ഈ വാക്യത്തിലേക്ക് വരും എന്നുള്ളത്. ആ ഭാഗത്ത് 11-ാം അധ്യായം, മത്തായി 11-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നുള്ള കാര്യം കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ അത് എന്ത് ചെയ്യണമെന്ന് അവിടെ കർത്താവ് പറഞ്ഞു. വന്നാൽ മാത്രം പോരാ, പാപത്തിൽ നിന്നുള്ള വിമുക്തിക്ക് ചെന്നാൽ മതി, വിശ്വസിച്ചാൽ മതി. എന്നാൽ രണ്ടാമത്തത് അതുപോരാ. എന്താണ് നമ്മൾ കാണുന്നത്? 29-ാം വാക്യത്തിൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തണം, ഞാൻ തരുമെന്നല്ല, നിങ്ങൾ കണ്ടെത്തണം. പാപത്തിൽ നിന്നുള്ള ആശ്വാസം അവൻ തരും. ചെന്നാൽ മതി, വിശ്വസിച്ചാൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? അവിടെ നാം കാണുന്നത് എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. ഇത് ശിഷ്യത്വത്തെ കാണിക്കുന്നതാണ്. കർത്താവിൽ നിന്ന് പഠിക്കണം, അവനെ അനുഗമിക്കണം, അവനെ അനുകരിക്കണം, അവനോടുള്ള അനുരൂപ്യത്തിൽ വർദ്ധിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്നതാണ് ഈ ആശ്വാസം എന്ന് പറയുന്നത്. അവൾ കർത്താവിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമായി നമുക്ക് സാധ്യമാകുന്നത്? വചനത്തിലാണ്. വചനത്തിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ വചനം പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ നാം അവിടെ കാണുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വർദ്ധിക്കുമ്പോൾ അവനോടുള്ള സ്നേഹത്തിൽ നാം വർദ്ധിക്കുന്നു.
അവനോടുള്ള സ്നേഹത്തിൽ നാം വർദ്ധിക്കുമ്പോൾ ആനുരൂപ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതുണ്ടാവണം. എങ്കിൽ മാത്രമേ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം 4-ാം അധ്യായം. അവിടെ 11-ാം വാക്യത്തിൽ ഉത്സാഹിക്ക എന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ലേബർ, അധ്വാനിക്ക എന്ന് പറയുകയുണ്ടായി. അതിന് തൊട്ട് ശേഷം ആ അധ്വാനിക്കുക എന്നുള്ള വാക്കിൽ നിന്നുമാണ് നാം മത്തായി 11:29 പോയത്. അവിടെ നാം കണ്ട അവനോട് പഠിക്കുന്ന കാര്യം, വചനത്തോട് നാം അത് പഠിക്കുന്നത് എന്നുള്ള കാര്യം നാം കാണുകയുണ്ടായി. എബ്രായ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ 11-ാം വാക്യത്തിൽ ഉത്സാഹിക്കുക, അധ്വാനിക്കുക എന്ന് പറഞ്ഞെങ്കിൽ 12-ാം വാക്യത്തിൽ നാം കാണുന്നത് വചനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. എന്താ നമ്മുടെ കാണുന്നത്? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറുന്നതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇതാണ് ദൈവവചനം. നോക്കുക, അവിടെ നാം കാണുന്നത് ആദ്യത്തേത് അത് ജീവനുള്ളതാണ്, രണ്ടാമത്തേത് അത് ചൈതന്യമുള്ളതാണ്, മൂന്നാമത്തേത് അത് മൂർച്ചയേറിയതാണ്. വചനത്തിന്റെ വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വചനം നമ്മിൽ എങ്ങനെ ക്രിയ ചെയ്യും? താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയത്തിലെ ചിന്തനങ്ങളെയും നാം കാണുന്നത് പ്രാണനെയും ആത്മാവിനെയും അത് വേർപിരിക്കും, സന്ധി മജ്ജകളെ അത് വേർപിരിക്കും, ഹൃദയത്തിലെ ചിന്തനകളെയും അതുപോലെ ഭാവങ്ങളെയും അത് വേർതിരിക്കും. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞത് നിർത്തട്ടെ. നാം കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ കാര്യം നാം കാണുന്നത് പ്രാണനെയും ആത്മാവിനെയും. ആത്മാവ് ആന്തരികമായിട്ടുള്ളതാണ്, പ്രാണൻ ജീവൻ അല്ലെങ്കിൽ ദേഹി അത് ബാഹ്യമായിട്ടുള്ളതാണ്. ഇനി അടുത്തത് നാം കാണുന്നത് സന്ധി മജ്ജ, സന്ധി അല്ലെങ്കിൽ ജോയിൻസ്, നമ്മുടെ കരങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിലെ ജോയിൻസ് അത് ബാഹ്യമായിട്ടുള്ളതാണ്, മജ്ജയോ ആന്തരികമായിട്ടുള്ളതാണ്. ഇനി ഒടുവിലത്തെ കാര്യം നമ്മളവിടെ കാണുന്നത് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും. ചിന്തയും ഭാവവും, ചിന്ത വാക്കിലും പ്രവൃത്തിയിലും ദൃശ്യമാകുന്നതാ, വ്യക്തമാകുന്നതാ. ഭാവം, ഒരു വ്യക്തിയുടെ ഭാവം അത് ഉള്ളിലുള്ളതാ. തോട്ട്സ് ആൻഡ് ഇന്റൻഷൻ ഈസ് ഇൻവേർഡ്, മോട്ടീവ്സ് ആർ ഇൻവേർഡ്. അത് ദൃശ്യമല്ല. പറയുന്നതിന്റെ അർത്ഥം ഇതാ: അകത്തുള്ളതിനെയും പുറത്തുള്ളതിനെയും, ലോകത്തിലുള്ളതിനെയും അതുപോലെ ആത്മീയമായതിനെയും നമ്മുടെ ജീവിതത്തിൽ വേർതിരിക്കുന്നതാണ് വചനം. ആവശ്യമില്ലാത്തതിനെ വേർതിരിക്കുന്നതാണ് വചനം. പറഞ്ഞതിന്റെ അർത്ഥം ഇതാ: വചനം നമ്മെ ശുദ്ധീകരിക്കും, വചനം നമ്മെ ശുദ്ധീകരിക്കും. തുടർന്ന് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അവന് മറഞ്ഞിരിക്കുന്നത് സൃഷ്ടി ഒന്നുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ വചനത്തിന്റെ സ്രോതസ്സായിട്ടുള്ള ദൈവം ഇങ്ങനെയുള്ള ദൈവമാണ്. അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, അവന് സകലവും ദൃശ്യമാണ്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എന്ന് വെച്ചാൽ അവനോടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ട് നൽകുവാനായിട്ടുള്ളത്. എ വേർഡ് ഓഫ് അക്കൗണ്ട് നൽകുവാനായിട്ടുള്ളത് അവനോടാണ്. എങ്കിൽ നാം അവന് നമ്മെ തന്നെ വിധേയപ്പെട്ട് അവന്റെ വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യത്തക്കവണ്ണം നമ്മെ തന്നെ അവന് നൽകണം. വചനം ആ നിലയിൽ ക്രിയ ചെയ്യുമ്പോ വിശ്രമം, സ്വസ്ഥത നമ്മുടെ അനുഭവമാകും. അതാണ് ലേഖനകാരൻ ഇവിടെ പറയുന്നത്. 139-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നാം ഓർക്കുന്നുണ്ടല്ലോ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. നാം കണക്ക് കൊടുക്കുവാനുള്ള സകലവും കാണുന്ന ദൈവസന്നിധിയിൽ നാമും ഇത് പറയേണ്ടതാണ്. എങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കും. അവന്റെ വചനത്താൽ ജീവിതത്തിൽ പ്രവർത്തിക്കും. ആവശ്യമില്ലാത്തതിനെ, അനുസരണക്കേടിനെ, അവിശ്വാസത്തെ, അശുദ്ധിയെ, ഇവയെ ആ വചനത്തിന്റെ ക്രിയയാൽ നീക്കം ചെയ്ത് നാം സ്വസ്ഥത അനുഭവിക്കുന്ന ആ അവസ്ഥ, ക്രിസ്തുവിലുള്ള ആനന്ദം, വിശ്രമം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്ന ആ അവസ്ഥ നമുക്കുണ്ടായിരിക്കും. എന്നാൽ ആവശ്യമായിട്ടുള്ളത് അവിശ്വാസത്തിൽ വീണ്, അനുസരണക്കേടിൽ വീണ് നാം പിന്മാറിപ്പോകുന്നവരുടെ ഇടയിൽ ആകരുത്. പിന്മാറിപ്പോയാൽ നാം എന്ത് ചെയ്യുന്നു? വിശ്വാസത്യാഗികൾ എന്ന് നാം നമ്മെ തന്നെ തെളിയിക്കുക. അവരാരാണ്? ഞാൻ ആദ്യം വിശദീകരിക്കുകയുണ്ടായി, വീണ്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
അത് പ്രിയമുള്ളവരെ, ഈ ഭാഗം നമുക്ക് ആ നിലയിൽ വളരെ പ്രായോഗിക പാഠം നൽകുന്നതാണ്. വലിയ ഭാഗമായതുകൊണ്ട് നാം ഓടിച്ചു പോവുകയായിരുന്നു. എന്നാൽ നാം കേട്ട കാര്യങ്ങൾ നാം ഓർക്കുകയും ഈ ഭാഗം വീണ്ടും വായിക്കുകയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മഹത്വമായി കർത്താവിൻ്റെ ആ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാകും. ഓർക്കുക, 7-ാം ദിവസം നമുക്ക് വേണ്ടി ഇന്നും തുറന്നിരിക്കുന്നു. ഇറ്റ്സ് ഓപ്പൺ എൻഡഡ്. വിശ്വാസത്താൽ അതിൽ പ്രവേശിച്ച് വിശ്വാസികൾ എന്നുള്ള നിലയിൽ വിശ്വാസത്തിൽ വർദ്ധിച്ച് ഉറപ്പുള്ളവരായി ആ സന്തോഷവും സമാധാനവും വിശ്രമവും സ്വസ്ഥതയും ഒക്കെ അനുഭവിച്ച് എൻ്റെ സ്വസ്ഥത, ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിച്ച് വരുന്ന ആളുകൾ ജീവിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിന് നാം കേട്ട ഈ ഭാഗങ്ങൾ, ഈ ചിന്തകളും നമുക്ക് പ്രയോജനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.